വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, കടം വീടാൻ വേണ്ടി മഹാനായ സുലൈമാൻ നബിയുടെ പേരിൽ ചൊല്ലുന്ന ഒരു മനോഹരമായ അമലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പഠിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള, വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചൊല്ലി തീർക്കാൻ കഴിയുന്ന ഒരു അമലാണ്. കടം എന്നത് വലിയ ഒരു പ്രതിസന്ധിയാണ്. നമ്മുടെ ചുറ്റിലുമുള്ള ധാരാളം ആളുകൾ കടം കൊണ്ട് പൊറുതിമുട്ടി ജീവിക്കുന്നവരാണ്. നല്ല രൂപത്തിൽ ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാത്ത ആളുകൾ മാസങ്ങളായി നേരെ ഒന്ന് ഉറങ്ങിയിട്ട് കടക്കാർ കാരണം വീടിൻ്റെ പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. എങ്ങനെ വീട്ടും, എവിടെ നിന്ന് പണം ലഭിക്കും, എങ്ങനെയാണ് ഈ കടത്തിൽ നിന്നൊന്ന് മോചനം കിട്ടുക എന്ന ചിന്ത കാരണം മറ്റൊരു കാര്യത്തിലേക്കും ശ്രദ്ധ തിരിക്കാൻ കഴിയാതെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട്. അവർക്കുള്ള ഒരു മനോഹരമായി അള്ളാഹു ഉത്തരം നൽകുന്ന ഒരു അമലാണ് നമ്മൾ ഇന്ന് പഠിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മുടെ കടങ്ങളൊക്കെ വീട്ടാനുള്ള ഒരു മാർഗം നമുക്ക് കാണിച്ചു തരട്ടെ. കടങ്ങളില്ലാതെ റാഹത്തോടുകൂടെ ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. എല്ലാവരും ആമീൻ എന്ന് കമൻറ്റ് ചെയ്യുക. അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പഠിക്കുന്ന അമല് മഹാനായ സുലൈമാൻ നബിയുടെ പേരിലുള്ളതാണ്. മറ്റു പ്രവാചകന്മാരിൽ നിന്ന് വ്യത്യസ്തനായ ഒരു പ്രവാചകനാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. സുലൈമാൻ നബി ലോകം അടക്കി ഭരിച്ച രാജാവായിരുന്നു, പ്രവാചകനായിരുന്നു. സുലൈമാൻ നബിയുടെ സദസ്സ് ഒരു വിചിത്രമായ സദസ്സായിരുന്നു. അവിടെ ഉണ്ടായിരുന്നത് ജിന്നുകളും പക്ഷികളും മൃഗങ്ങളുമായിരുന്നു. ഇങ്ങനെ ഒരു അത്ഭുതകരമായ ജീവിതം കാഴ്ചവെച്ച, കാറ്റിനെ അധീനപ്പെടുത്തി കൊടുത്ത പക്ഷികളായിരുന്നു സുലൈമാൻ നബിയുടെ സേവകർ. ജിന്നുകളായിരുന്നു സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ സേവകർ. ഒരുപാട് പ്രത്യേകതകളുള്ള പ്രവാചകനായിരുന്നു സുലൈമാൻ നബി അലൈഹിസ്സലാം. ആ സുലൈമാൻ നബിയുടെ പേരിൽ, മഹാനായ സുലൈമാൻ നബിയുടെ സഹായത്തോടുകൂടെ അള്ളാഹുവിനോട് ദുആയിരക്കുന്ന ഒരു അമലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ അമല് ചെയ്യുന്ന സമയം സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടാണ്. തുടർച്ചയായ 3 ദിവസം അതുമാത്രം മതി. സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ പേരിൽ ഫാത്തിഹ ചൊല്ലി ഒരു സൂറത്ത് പാരായണം ചെയ്ത് ഇസ്തിഗ്ഫാറും സ്വലാത്തും ചൊല്ലിക്കഴിഞ്ഞാൽ തീർന്നു. വളരെ ചെറിയ ഒരു അമലാണ്. സുബഹി നിസ്കാരം കഴിഞ്ഞ് സുബഹിയുടെ ദിക്റുകളും സ്വലാത്തുകളും പ്രാർത്ഥനകളും കഴിഞ്ഞതിന് ശേഷം, നമ്മൾ സാധാരണ ചൊല്ലാറുള്ള പ്രാർത്ഥനകളും ദിക്റുകളും ഒക്കെ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പാണ്, മുസല്ലയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പാണ് നമ്മൾ ഇന്ന് പറയുന്ന സൽക്കർമ്മം ചെയ്യേണ്ടത്. ആദ്യമായി ഒരു നല്ല നിയ്യത്ത് വേണമെന്നതാണ്. ഏതൊരു സൽക്കർമ്മവും അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ അതിന് നിയ്യത്ത് നിർബന്ധമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇന്നാലിന്ന ബാങ്കിൽ ഇത്ര ലക്ഷം, 60 ലക്ഷം കടമുണ്ട്, 70 ലക്ഷം കടമുണ്ട്, അല്ലെങ്കിൽ സഹോദരന് കൊടുക്കാനുണ്ട്, അയൽവാസിക്ക് കൊടുക്കാനുണ്ട്. ഇങ്ങനെ ഏത് കടമാണോ നമ്മുടെ മനസ്സിൽ കരുതുന്നത് ആ നിയ്യത്ത് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ദുആയിരിക്കുന്നത്. പടച്ചോനെ, ഇന്നാലിന്ന ബാങ്കിലുള്ള ഇത്ര രൂപ കടം വീടാൻ വേണ്ടിയാണ് ഞാൻ ഈ സൽക്കർമ്മം ചെയ്യുന്നത്, അള്ളാഹുവെ സ്വീകരിക്കണേ അള്ളാഹ് എന്ന നിയ്യത്തോടുകൂടെ, എന്ന പ്രാർത്ഥനയോടുകൂടെ നമ്മൾ ഈ അമല് ചെയ്യാൻ വേണ്ടി തുടങ്ങണം. ആദ്യമായി മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ പേരിൽ ഒരു ഫാത്തിഹ പാരായണം ചെയ്യുക. ഇലാ ഹളറത്ത് നബിയില്ലാഹി സുലൈമാൻ നബി അലൈഹിസ്സലാം. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേരിൽ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുക. അതിനുശേഷം ഇസ്തിഗ്ഫാർ ചൊല്ലുക എന്നതാണ്. 7 തവണ അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന ഇസ്തിഗ്ഫാർ ചൊല്ലുക. വെറും 7 തവണ മാത്രം. വളരെ ചുരുങ്ങിയ ഇസ്തിഗ്ഫാറാണ്. ഇത് കഴിഞ്ഞ് 7 തവണ സ്വലാത്ത് ചൊല്ലുക. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലുക. ഈ സ്വലാത്ത് കഴിഞ്ഞതിന് ശേഷം പരിശുദ്ധ ഖുർആനിലെ അതിമനോഹരമായ, നമുക്കൊക്കെ മനഃപ്പാടമുള്ള ഒരു ചെറിയ സൂറത്തുണ്ട്, സൂറത്തു ഷംസ്. ഈ ഷംസ് സൂറത്ത് 3 തവണ പാരായണം ചെയ്യുക. 3 തവണ, ശ്രദ്ധിക്കണം, 3 തവണയാണ് സൂറത്തു ഷംസ് പാരായണം ചെയ്യേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها. ഈ സൂറത്തു ഷംസ് പാരായണം ചെയ്യുക. ഇത് വളരെ ഭവ്യതയോടുകൂടെ, അക്ഷരശുദ്ധിയോടുകൂടെ പാരായണം ചെയ്തതിനു ശേഷം അള്ളാഹുവിനോട് ദുആയിരക്കുക. പടച്ചോനെ, ഞാൻ ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ട്, സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്, ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ടുണ്ട്. മഹാനായ സുലൈമാൻ നബിയുടെ ബറക്കത്ത് കൊണ്ട് എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണേ അല്ലാഹ്
എൻ്റെ കടം വീട്ടിത്തരണേ അല്ലാ. അള്ളാഹുവേ, കടം വീടാനുള്ളൊരു മാർഗം എനിക്ക് തുറന്നു തരണേ അല്ലാ. അതിനുള്ള നല്ല ജോലി നൽകണേ അല്ലാ. കടക്കാരനായി സമാധാനമില്ലാത്ത ഒരു ജീവിതം എനിക്ക് നൽകല്ല അല്ലാ. അള്ളാഹുവേ, കടങ്ങളുള്ളവനായി എന്നെ മരിപ്പിക്കല്ല അല്ലാ എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥതയോടുകൂടെ റബ്ബിനോട് ദുആയിരുന്ന് കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹു നമ്മൾ അറിയാത്ത മാർഗത്തിലൂടെ നമ്മുടെ കടം വിടാനുള്ളൊരു മാർഗം അള്ളാഹു തുറന്നു തരും. 3 ദിവസം തുടർച്ചയായ 3 ദിവസം മുടങ്ങാതെ സുബഹി അദാ ആയി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ അമൽ ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ നമ്മുടെ കടം വീട്ടിത്തരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.